ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുറേ സ്ട്രോബെറി കുട്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗി കാണാനല്ലേ. എല്ലാവർക്കും സ്ട്രോബെറി ഇഷ്ടമാണല്ലോ, ഇഷ്ടമല്ലാത്ത ആൾക്കാർ ചുരുക്കമാണ്. ഇത് പഴുത്ത് കിട്ടിയാൽ എന്താ മധുരം. അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറി കുട്ടന്മാരെ വെച്ചിട്ട് ഒരു ഷേക്ക് തന്നെ അങ്ങ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ സ്ട്രോബെറി, പിന്നെ പഞ്ചസാര, കുറച്ച് നമ്മൾ വാനില ഐസ്ക്രീം എടുക്കുന്നുണ്ട്, പിന്നെ പാല് കാച്ചി തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഐസ് ക്യൂബിന് പകരം ഞാൻ ഇത് പാലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. ആദ്യം തന്നെ നമ്മൾ സ്ട്രോബെറി എല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇതിൽ നിറയെ അഴുക്കും പൊടികളൊക്കെ കാണാം. അതിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങളിലൊക്കെ പൊടികളും അഴുക്കൊക്കെ കയറും. പിന്നെ അതുപോലെ ആ ഇലയില്ല അതിന് മേലിരിക്കുന്നത്, അതെല്ലാം നീക്കം ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് 2-3 വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മാറ്റാവേ. നല്ല ചുവന്ന് തുടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പഴുത്തിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ്, നല്ല മധുരമാണ്. ഇനി നമുക്ക് ഇത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് മധുരമൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ മധുരവും ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നു. വാനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്ക് പക്ഷേ ഇതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതാണ് എടുത്തത്. ഇനി നമ്മൾ പാല് സെറ്റാക്കി വെച്ചില്ലേ, ഫ്രീസറിൽ തണുപ്പിച്ച് വെച്ചിരുന്നില്ലേ, ആ പാൽക്കട്ട ഐസ് ക്യൂബിന് പകരം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ ചാടി തെറിച്ച് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മുറുക്കി നമ്മൾ അടച്ചൊന്ന് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ അത് അന്നേരം ഇടാൻ വിട്ടുപോയതാണ്. ഒന്നുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കണേ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ്സിലിട്ടിട്ട് നമ്മൾ ഈ സ്ട്രോബെറിയുടെ മിൽക്ക് ഷേക്ക് അതിലൊഴിക്കുമ്പോൾ ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്യണം. പിന്നെ നമ്മളുടെ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇത് നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറേച്ച് നട്ട്സൊക്കെ അതിലിട്ടിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാവേ. അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി അതിന് മീതെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പിന്നെ 2 രീതിയിൽ ഇത് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ ഗ്ലാസ്സിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് പിന്നെന്തോ ചെയ്യുന്നത്, ഈ നമ്മളുടെ സ്ട്രോബെറി ഷേക്ക് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഐസ്ക്രീം അതിൻ്റെ മീതെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ 2 രീതിയിലും ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു നമുക്ക് പറഞ്ഞ നല്ലൊരു ടേസ്റ്റ്, ആ സ്ട്രോബെറിയുടെ മധുരവും ഐസ്ക്രീമിൻ്റെതും ഒക്കെ. അപ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് ഇതിന് കിട്ടിയത്. അപ്പോൾ അടിപൊളി ഷേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാമേ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.